നിഷാദേ, ഇപ്പോൾ ഈ ചർച്ച തുടങ്ങിയപ്പോൾ തന്നെ അഡ്വക്കേറ്റ് അരുൺകുമാർ നല്ല കുറച്ച് ന്യായീകരണങ്ങൾ നിരത്തി. സാംസ്കാരിക വകുപ്പിനെ പോലും ന്യായീകരിച്ച് പുള്ളി നിർത്തിയിട്ടുണ്ട്. അത് കഴിഞ്ഞപ്പോഴാണ് അറിയുന്നത് സജി ചെറിയാൻ, അതായത് സാംസ്കാരിക മന്ത്രി, ഈ റിപ്പോർട്ട് വായിച്ചിട്ടില്ല. ആ റിപ്പോർട്ട് വായിക്കാതിരുന്ന സജി ചെറിയാൻ അത് വായിച്ചിട്ടില്ല എന്ന് അരുൺകുമാർ തന്നെ പറയുന്നു. ഇന്ന് രാവിലെ മുതൽ ഇന്നലെ മുതൽ പ്രസ്താവന തുടങ്ങി. 1 കോടി രൂപ അനുവദിച്ചു, പുതിയ നയമുണ്ടാക്കാൻ പോകുന്നു, സിനിമാ നയം, പുതിയ കോൺക്ലേവ് രൂപീകരിക്കാൻ പോകുന്നു, ആ കോൺക്ലേവിലെ ആളുകളെ കൊണ്ടുവരാം. അതിനോടൊപ്പം തന്നെ ഇദ്ദേഹം പറഞ്ഞ ഒരു കാര്യം കൂടെ ഞാൻ ആലോചിക്കുകയാണ്. നേരത്തെ ഒരു കമ്മിറ്റി ഉണ്ടാക്കിയിട്ടുണ്ട് സിനിമ നന്നാക്കാൻ. ബി ഉണ്ണികൃഷ്ണൻ, മുകേഷ്, അങ്ങനെ തുടങ്ങി കുറെ ആളുകളുടെ പേര് പറഞ്ഞു. ഒന്ന് വ്യക്തമായിട്ട് അരുൺകുമാറെ, നിങ്ങളൊന്ന് പരിശോധിച്ചു നോക്കണം. നിങ്ങൾ പറഞ്ഞ പേരുകളിൽ എത്ര പേര് ഈ കൂട്ടത്തിലുണ്ടെന്ന് നിങ്ങളൊന്ന് അന്വേഷിച്ചു നോക്കണം. അതായത് മലയാള സിനിമയെ, അതിനകത്ത് സിനിമയെ ദുഷിപ്പിക്കുന്ന ആളുകളെ സിനിമയിൽ ഉണ്ടാകരുത് എന്നൊരു അലിഖിത നിയമം ഉണ്ടെന്നാണ് മാലാപാർവതി പറഞ്ഞത്. ഇന്നലെ വരെ ഈ റിപ്പോർട്ട് പുറത്തു വരണമെന്ന് അലബറേറ്റ് നടന്ന ആളുകളാണ് മാലാപാർവതിയും ഭാഗ്യലക്ഷ്മിയും ഒക്കെ. എന്നിട്ട് ഈ സമയം എന്താണ് ഈ പെട്ടെന്ന് ഈ കുടം കമഴ്ത്തി വെച്ച് വെള്ളമൊഴിക്കുന്ന പോലെ മാറിപ്പോകുന്നത്? അപ്പൊ ഇവർക്കൊക്കെ സിനിമയിൽ നിൽക്കണം. അപ്പൊ ഈ 15 അംഗ ഇതിനകത്ത് ഗൂഢസംഘം അല്ലെങ്കിൽ മാഫിയ സംഘം, പണ്ട് തിലകൻ ചേട്ടൻ പറഞ്ഞ പോലെയുള്ള മാഫിയ സംഘം, അവരാണ് ഇവരെ കൊണ്ട് ഇപ്പൊ ഇത് പറയിപ്പിക്കുന്നത്. ഇല്ലെന്ന് പറയാൻ പറ്റുമോ? നേരത്തെ ബി ഉണ്ണികൃഷ്ണ പേര് പറഞ്ഞു. ഉണ്ണികൃഷ്ണനാണല്ലോ തിലകൻ ചേട്ടനെ വിലക്കിയത്. അതിന്റെ മുമ്പിൽ നിന്നത് ഉണ്ണികൃഷ്ണനാണല്ലോ. മാക്ട ഫെഡറേഷൻ എന്ന സംഘടന പിളർത്തതിനെ കുറിച്ച് ഈ റിപ്പോർട്ടിലുണ്ട്. ആരാ പിളർത്തിയത്? തുളസീദാസിന്റെ ഇഷ്യൂവിൽ ദിലീപാണെന്നുള്ള കാര്യം വളരെ വ്യക്തമല്ലേ? ഇതൊക്കെ പച്ചയായ വർത്തമാനങ്ങളല്ലേ? ഈ റിപ്പോർട്ട് മുമ്പിൽ വെക്കുമ്പോൾ ഇതിനകത്ത് പേര് പറഞ്ഞിട്ടുള്ളതിൽ പ്രധാനപ്പെട്ട ഒരാൾ ദിലീപാണെന്ന് ഇന്ത്യയിലെ ഇംഗ്ലീഷ് ചാനലുകൾ പുറത്തുവിടുന്നു. ഇന്ത്യ ടുഡേ ഉൾപ്പെടെയുള്ള ചാനലുകൾ ദിലീപിന്റെയൊക്കെ പടം വെച്ച് പുറത്തുവിടുന്നു. മലയാളത്തിലെ ഏതെങ്കിലും ചാനൽ എന്താ കിട്ടാഞ്ഞിട്ടാണോ? എന്തുകൊണ്ടാണ് അത് മറച്ചു വെക്കുന്നത്? പല കാര്യങ്ങളും മറച്ചു വെക്കുന്നത് എന്തുകൊണ്ടാണ്? അതായത് ഈ സിനിമാ മേഖലയിൽ ഞാൻ 10-35 വർഷമായി ഈ സിനിമയുടെ ചോറുണ്ട് തുടങ്ങിയിട്ട്. ഈ സിനിമാ മേഖലയിൽ ചില അലിഖിത നിയമങ്ങളുണ്ടെന്ന് മാലാപാർവതി തന്നെ സമ്മതിച്ചു. ശരിയാണ്. ഈ അലിഖിത നിയമങ്ങളെന്ന് പറഞ്ഞാൽ ഇതേപോലെയുള്ള ചൂഷകന്മാർക്ക് വേണ്ടിയുള്ള അലിഖിത നിയമങ്ങളാണ്. ആ ചൂഷകന്മാരെന്ന് പറയുന്നത് ഞങ്ങൾക്ക് എന്തുമാകാം, ഞങ്ങളെ ധിക്കരിച്ചാൽ നീ സിനിമയിൽ ഉണ്ടാവില്ല. വിനയൻ അതിൻ്റെ ഇരയാണ്, തിലകൻ അതിൻ്റെ ഇരയാണ്, ഞാൻ അതിൻ്റെ ഇരയാണ്, മാലാപാർവതി അതിൻ്റെ ഇരയാണ്. മാലാപാർവതി അല്ല, പാർവതി തിരുവത്ത് അതിൻ്റെ ഇരയാണ്. അങ്ങനെ എത്ര പേർ. ഈ നടി ആക്രമിക്കപ്പെട്ട സംഭവം ഉണ്ടാകുന്നതിന് മുമ്പും ഇതേപോലെയുള്ള സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്ന് പറയുന്നതും ഇതേ റിപ്പോർട്ടിലാണ്. ക്രിമിനലുകളായ ഡ്രൈവർമാർ യൂണിയനുകളിൽ ഉണ്ട് എന്ന് പറയുന്നതും ഇതേ റിപ്പോർട്ടിൽ. കൂടെ കിടന്നില്ലെങ്കിൽ ഈ സിനിമ ഇൻഡസ്ട്രിയിൽ അഭിനയിക്കാൻ നിങ്ങൾക്ക് ചാൻസ് ഇല്ല എന്ന് പറഞ്ഞതും ഇതേ റിപ്പോർട്ടിലാണ്. ഒന്ന് ആലോചിച്ചു നോക്കണം. സിനിമ ഇൻഡസ്ട്രിയെ മൊത്തമായി ദുഷിപ്പിക്കുന്നത് ഈ വെളിയിൽ നിന്ന് ഇതിനെ വിമർശിക്കുന്ന ആളുകളാണോ, അതോ ഈ ഇൻഡസ്ട്രിക്കകത്ത് തന്നെയുള്ള ഈ പുഴുക്കുത്തുകളാണോ എന്നൊന്ന് ആലോചിക്കണം. ഇത്രയും ഈ 4.5 വർഷം ഇത് പുറത്തുവിടാത്തതിന് ക്യാപ്സ്യൂളുകളും ന്യായീകരണങ്ങളും ഒരുപാട് വരുന്നു. പക്ഷേ ഇത് ഒരു 4-5 ദിവസത്തിന് മുമ്പ് ഞാൻ ഒരു ചാനലിനോട് തുറന്നു പറഞ്ഞു, 15 പേരടങ്ങുന്ന ഒരു ഗ്രൂപ്പ്, ആ 15 പേരടങ്ങുന്ന ആളുകൾ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലുള്ളത്, അവരുടെ പേര് വിവരങ്ങൾ പുറത്തു വന്നാൽ തലയിൽ മുണ്ടിട്ട് വേണം കേരളത്തിൽ നടക്കാനെന്ന് ഞാൻ ഒരു ചാനൽ ചർച്ചയിൽ പറഞ്ഞു. അത് ഞാൻ പറഞ്ഞത് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വരുന്നതിന് മുമ്പാണ്. ഞാൻ എങ്ങനെയാണ് അറിഞ്ഞത്? അപ്പോൾ ഈ റിപ്പോർട്ട് അറിയേണ്ട ആളുകളൊക്കെ കുറച്ച് നേരത്തെ തന്നെ അറിഞ്ഞു. സർക്കാരിൻ്റെ കീഴിലുള്ള ചില ആളുകൾ, സർക്കാരിൻ്റെ കീഴിൽ ചില ബോർഡുകളിലോ ചില കോർപ്പറേഷനുകളിലോ ഒക്കെ ജോലി ചെയ്യുന്ന പല സിനിമാക്കാരും ഒക്കെ ഉണ്ടല്ലോ, അവരുൾപ്പെടെയുള്ള ആളുകൾ ഈ സംഗതി നേരത്തെ കണ്ടിട്ടുണ്ട് എന്നാണ് ചില ആളുകൾ പറയാനിടയായത്. അങ്ങനെ പറഞ്ഞതുകൊണ്ട് അവർ മനസ്സിൽ കരുതി ഇത് ഒരു കാരണവശാലും വെളിച്ചം കാണരുത്. അല്ലെങ്കിൽ കാട്ടുമാക്കാൻ എന്ന് പറഞ്ഞ ഒരു സിനിമയ്ക്കകത്ത് അഭിനയിച്ച ഒരു സജി പാറയിൽ വന്നിട്ടാണ് അയാളുടെ വാഹനത്തിന് കുഴപ്പമുണ്ടാവുമെന്ന് പറഞ്ഞ് സ്റ്റേ മേടിക്കാൻ പോയത് ആദ്യം. ശരിയല്ലേ? ഈ സജി പാറയിലെ ആർക്കാണ് അറിയാവുന്ന മലയാള സിനിമയിൽ? അയാൾ പറഞ്ഞു ഞാൻ നിർമ്മാതാവാണ്. ശരിയാണ്, തമ്പുരാട്ടി എന്ന് പറഞ്ഞ സിനിമ നിർമ്മിച്ചു, 2 ദിവസം പോലും തിയേറ്ററിൽ ഓടിയില്ല. ആ സജി പാറയിലെ ഹർജി എടുക്കാതെ വന്നപ്പോൾ പിന്നീട് വന്നയാരാ? രഞ്ജിനി. ചിത്രം പോലെയുള്ള സിനിമകളിലൊക്കെ അഭിനയിച്ച രഞ്ജിനിയാണ്. കുറേ വർഷങ്ങളായി സിനിമയിൽ അഭിനയിച്ചിട്ട്. രഞ്ജിനിക്ക് എന്ത് കാര്യം? രഞ്ജിനി മൊഴി കൊടുത്തിട്ടുണ്ടെങ്കിൽ രഞ്ജിനിക്ക് ആകാമായിരുന്നു ഈ കമ്മീഷന്റെ മുമ്പിൽ പോയിട്ട് ഞാൻ പറഞ്ഞ മൊഴി ഇതാണ്, ആ മൊഴി എനിക്കൊന്ന് കേൾക്കണം എന്ന് പറഞ്ഞിരുന്നെങ്കിൽ കേൾക്കാമായിരുന്നു. അതില്ലാതെ ഇവിടെ കോടതിയിൽ കൊണ്ടുവന്നിട്ട് ഇത് മുടക്കാനാണ് ശ്രമിച്ചത്.